അവസാനം ഞാൻ ആ സത്യം മനസ്സിലാക്കി. മഴ കൊള്ളാണ്ടിക്കാൻ മാത്രല്ല കേട്ടോ ചങ്ങായിമാരെ കൊട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കത്തിപ്പോ. അതിനോണ്ട് ഞങ്ങൾ പൈസ നോക്കിയില്ല, വലിയൊരു കൊട തന്നെ വാങ്ങി. പെട്ട് ചങ്ങായിമാരെ പെട്ട്. ഇവൻ മിക്കവാറിന്റെ പണിട്ടാളും, കാരണം വരുന്ന സർവീസ് ഒക്കെ ഓന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ശരിയാവും, അതിന് കയറി കുത്തിരിക്കാം. നമ്മൾ അഷ്ഫാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമീർ. ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെ വരും വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ ലൈസൻസ് കിട്ടിയതിന്റെ ചെലവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇറങ്ങി ഓടിക്കാളോന്. ഇന്നത്തെ ഡ്യൂട്ടി ഏതായാലും കഴിഞ്ഞ് ഇനി പൊരേ പോവാ. പോകുന്ന വഴിക്ക് ബക്കാലെ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങലുണ്ട്. ഞങ്ങൾ ഇന്ന് ഏതായാലും വാങ്ങിയ തേമുട്ടായും പോരാത്തതിന് പോപ്കോണും വാങ്ങിയിട്ടുണ്ടായി. അതൊക്കെ തിന്ന് റൂമിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇവിടെ എല്ലാവരും കിടന്നിക്കുന്നത്. അങ്ങനെ പോലെ കിടന്നാൽ ശരിയായതുകൊണ്ടാச்சு ഞാൻ ലേറ്റ് ഒക്കെ ഇട്ട് എല്ലാത്തിനെയും ഇങ്ങോട്ട് ഉണർത്തി. എല്ലാരും പൊതപ്പിന്റെ ഉള്ളിൽ കയറി കിട്ടും. എന്നാലും ഞങ്ങൾ എല്ലാരെയും നിർബന്ധിച്ച് ഇങ്ങോട്ട് ഇറക്കി ഒരു റീൽസ് ചെയ്തിട്ട് കിടക്കാന്നും പറഞ്ഞിട്ട്. ചിക്കന്മാർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തർ ടീഷർട്ട് ഊരി കൊടുക്കുന്നത്, പോരാത്ത ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. അക്കുവിന് ഗൗതമിന്റെ എക്സ്പ്രഷൻ ഇങ്ങോട്ട് വരായിട്ട് ഇബ്രൊന്ന് കാണിച്ചു കൊടുത്തതായിരുന്നു. ഓൻ അതേ ഓർമ്മ ഉണ്ടായുള്ളൂ. പിന്നെ ഓനങ്ങോട്ട് ഡ്രസ്സ് മാറ്റി അങ്ങോട്ട് ഇരിപ്പിച്ച് ഓനായി പിന്നെ ഗൗതം. പക്ഷെ അഭിനയത്തിന്റെ ഇടയിൽ ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചു വന്നപ്പോഴേക്ക് ഇബ്രു അങ്ങോട്ട് സീരിയസ് ആയി. സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ല രസം ഏതായാലും. ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയൊക്കെ സമ്മതിക്കണം മക്കൾ. എത്ര നേരായി എന്നറിയോ അത്. ഞമ്മക്കെന്നാ പിന്നെ കാണട്ടോ.